ഈ നാട്ടിലെ പത്രങ്ങളും പാപ്പരാസികളും എന്നെ കുറിച്ച് എഴുതി അർമാദിക്കുന്നത് കൊണ്ട് ആസ്വദിക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന യൂഷ്വൽ സൈക്കോപാത്ത് അല്ല ഞാൻ. നമ്മുടെ സൊസൈറ്റി ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു പ്രശ്നം ഇനി ഇത് മുന്നോട്ട് പോകുന്തോറും വരും കാലങ്ങളിൽ ഈ ഒരു പ്രശ്നം ഒരിക്കലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പ്രശ്നത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരാളുടെ ലൈഫിലുണ്ടായ ഒരു പ്രശ്നത്തെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇത് നിങ്ങൾ കുറെ പേരൊക്കെ അറിഞ്ഞു കാണും. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ഡിനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന ഡിനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ച ഒരു പ്രശ്നമാണ്. ഇത് 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. പക്ഷെ എങ്കിൽ പോലും ഇത് ഡിനിലും അതുപോലെ തന്നെ 1-2 നമ്മുടെ ഈ ന്യൂസ് ചാനൽസും അവിടെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ന്യൂസ് ചാനൽസിൽ മാത്രമേ കൂടുതൽ ഈ ഒരു വാർത്തയെ പറ്റി കേട്ടുള്ളൂ. അല്ലാതെ ഒരാളെടുത്ത് ഇതിനെ പറ്റി റിയാക്ട് ചെയ്യുന്നതും സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. എവിടെയെങ്കിലും ഒക്കെ കാണുമായിരിക്കും, പക്ഷെ എന്തായാലും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല ആരും ഇതിനെ പറ്റി സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് മുൻനിരയിൽ ഇന്ന് റിയാക്ട് ചെയ്യുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളെയൊക്കെ റിയാക്ട് ചെയ്യുന്ന പല ആളുകളും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇത്രയും ഡിലേ 2-3 ദിവസം മുന്നേ നടന്നൊരു സംഗതിയാണ്. ഞാനത് ഡിലേ ആക്കാനുള്ള ഒരു കാരണം, ഈ ഒരു വാർത്തയുടെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരും, എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ന്യൂസ് ഒക്കെ ഇതിനെ സംബന്ധിച്ച് വരികയാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം റിയാക്ട് ചെയ്യാം എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷെ ഈ ഒരു സംഭവത്തെ പറ്റി ഒരു അപ്ഡേറ്റും ഇതുവരായിട്ടും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇനി ഇതിന്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുമെന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാം, എന്നിട്ട് ജനങ്ങളിലേക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ, ഇത് അറിയാത്തവരിലേക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഞാൻ ഈ ഡിനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കുറെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കുറെ പേര് എനിക്ക് ഓരോ സ്ക്രീൻഷോട്ടുകൾ അയച്ചു തന്നു. അതായത് ബ്രോയുടെ അനിയത്തിയുടെയും ചേച്ചിയുടെയും വൈഫിന്റെ ഒക്കെ ഫോട്ടോ ഞങ്ങൾ കുറച്ച് വൃത്തികെട്ട ഗ്രൂപ്പുകളിൽ ഈയിടെയായിട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് ഒരാളല്ല, മൾട്ടിപ്പിൾ കുറച്ച് ആൾക്കാർ എനിക്ക് കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു തന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഞാൻ ആദ്യം വലുതായിട്ട് അതിനെ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ പിന്നീട് ഞാൻ അങ്ങോട്ട് ഓരോ ദിവസം കഴിഞ്ഞപ്പോൾ ഓരോ ആൾക്കാരുടെ എണ്ണം കൂടി വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ബ്രോ എനിക്ക് ലിങ്ക് ഒന്ന് അയച്ചു തരുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ലിങ്ക് മേടിച്ച് ഞാൻ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഗ്രൂപ്പിൽ കയറിയപ്പോഴത്തേക്കിനും ഞെട്ടിപ്പോയി. അവിടെ എന്റെ ചേച്ചിയുടെയും എന്റെ വൈഫിന്റെയും ഒക്കെ അതായത് പിക്ചേഴ്സ് അവര് സോഷ്യൽ മീഡിയയിൽ എന്റെ കൂടെ നിന്ന് ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ AI വെച്ചിട്ട് എയുടെ സഹായത്തോടു കൂടി, AI എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി മോർഫ് ചെയ്ത് ന്യൂഡ് പിക്ചേഴ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു കുറെ ഗ്രൂപ്പുകളുണ്ട്. ടെലഗ്രാം എന്ന് പറയുന്ന ഒരു കുറെ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിലെല്ലാം നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾ തൊട്ട്, അതായത് 6 വയസ്സും 5 വയസ്സും ഒക്കെ ഉള്ള കുട്ടികളുടെ ഫോട്ടോയും വീഡിയോയും അടക്കം ആ ഗ്രൂപ്പിൽ എന്തൊക്കെ, അതുപോലെ കുറെ ഗ്രൂപ്പുകളുണ്ട്. ഈ ടെലഗ്രാമിലാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടെലഗ്രാമിൽ ആൾക്കാരുടെ ഐഡന്റിറ്റി കിട്ടത്തില്ല എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ ചാറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മുടെ ഐഡന്റിറ്റി ഹൈലി കോൺഫിഡൻഷ്യലാക്കി വെച്ച് ചാറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെയും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെയും ടീച്ചേഴ്സിന്റെയും, പഠിപ്പിച്ച ടീച്ചർ, അമ്മ എന്നൊക്കെ പറഞ്ഞാണ് അതിനകത്ത് ഓരോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യണത്. നോർമലി ഒരാളുടെ ഒരു നോർമൽ ഫോട്ടോ അവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ AIന്റെ ബോട്ടിന്റെ സഹായത്തോടു കൂടി അതൊരു നേക്കഡ് ഫോട്ടോ ആക്കി അവിടെ പോസ്റ്റ് ചെയ്യുന്നു. അതിനകത്ത് കോൺവെർസേഷൻ എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ പറ്റത്തില്ല. കുട്ടികളെ പറ്റിയും ഓരോരുത്തരൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ പെങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മൾ നല്ല നല്ല കാര്യങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ സെക്ഷൽ രീതിയിൽ ഇതെന്റെ അമ്മയാണ്, സെക്ഷൽ രീതിയിൽ ഇതെന്റെ പെങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിലേക്കാണ് ഞാൻ ചെന്ന്. ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഇത് ചെയ്യുന്ന ആളുകൾ എന്ത് മെന്റാലിറ്റി ആയിരിക്കും ഇവരുടെ. ഇപ്പം ഡിനിൽ പറയുന്ന കണക്ക് ആ ഒരു ഗ്രൂപ്പില് സ്വന്തം അമ്മയാണ്, ഇതിന്റെ അമ്മയാണ്, ഇതിന്റെ പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തന്മാർ, ഇതിപ്പോ അവരുടെ തന്നെ അമ്മയും അല്ലെങ്കിൽ പെങ്ങളും ഒന്നും ആവണമെന്നില്ല, വേറെ ആരുടെയെങ്കിലും ഒക്കെ ആയിരിക്കും അവന്മാര്. പക്ഷെ ഇത് മോർഫ് ചെയ്ത് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്ത് മെന്റാലിറ്റി ആയിരിക്കും. ഒരു സൈക്കോപാത്തൊന്നും അല്ല അവര്, അതിന്റെയൊക്കെ അപ്പുറം. ലൈക്ക് ഈ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതൽ എന്തായിരിക്കും അറിയോ, ഇവർക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ പൊതുവേദിയിലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, എനിക്കൊന്ന് കൂട്ടുകാരുടെ ഇടയ്ക്ക് പോലും പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ സംസാരിക്കാനോ ഒന്നും പറ്റാത്ത, മറ്റേ മെന്റലി അത്ര ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ഒരാളുകളായിരിക്കും ഇങ്ങനത്തെ കോക്കാമ്പീച്ചുകളൊക്കെ സത്യം പറഞ്ഞാൽ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഇച്ചിരി ഒരു
വീട്ടിലുള്ള അച്ഛനോടും അമ്മയോടും പെങ്ങളോടും ഒക്കെ അല്ലെങ്കിൽ വൈഫിനോടൊക്കെ സ്നേഹമുള്ള ഏതെങ്കിലും ഒരുത്തിന് കാശിന് വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതിനെക്കാട്ടിലൊക്കെ നല്ലത് നിന്റെയൊക്കെ വീട്ടിൽ, ഈ ചെയ്യുന്നവരുടെ വീട്ടിൽ ഈ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നീയൊക്കെ പുറത്തു കൊണ്ട് വിക്ക്. എനിക്ക് അതാ പറയാനുള്ളത്. അത് ചെയ്യൊക്കെ നിനക്ക് അത്രയും വലിയ ത്വരയാണെങ്കിൽ. അല്ലാതെ വല്ലവന്റെയും ഭാര്യയും പെങ്ങളെയും ഒക്കെ വെച്ച് ഈ ഒരു കാട്ടായം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ വീട്ടിൽ എങ്ങനെ ഇവനൊക്കെ താമസിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഇവന്റെയൊക്കെ അമ്മയോടും പെങ്ങളോടും ഒക്കെ ഇവനുള്ള മെന്റാലിറ്റി എങ്ങനെയായിരിക്കും? ഇതിപ്പോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുന്നത്. കാരണം നിങ്ങളുടെ ഇടയ്ക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരു സദസ്സിലാണെങ്കിലും ഇങ്ങനെയുള്ള 1-2 കാണും അവിടെ. അവനൊക്കെ ഒരു എന്താ പറയേണ്ടത്? പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനെയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല മനുഷ്യരുടെ പല ജോലികളും നമ്മുടെ അത്രയും എഫേർട്ട് ഇല്ല. നമ്മൾ ഒരു ദിവസം ഒരു രാത്രിയിലൊക്കെ ഫുൾ എഫേർട്ട് എടുത്ത് ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ പണ്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഇരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷെ ഇത്ര ഈസി ആയിട്ടുണ്ട് AI കാരണം. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഗുണങ്ങൾ ഈ ഒരു AI കാരണം ജനങ്ങൾ ഇവിടെ, അല്ലെങ്കിൽ ടെക്കീസ്, അല്ലെങ്കിൽ എന്താ പറയുക, ജനങ്ങൾക്ക് പല രീതിയിൽ, ഇപ്പം എഡിറ്റേഴ്സിന് മാത്രമല്ലല്ലോ, പല രീതിയിൽ AI കൊണ്ട് ഗുണമുള്ള ആളുകളുണ്ട്. ഈ IT ഫീൽഡിലൊക്കെ ആണെങ്കിലും അവരുടെ ജോലി ഈസി ആവുന്നുണ്ട്. സോ അങ്ങനെയുള്ള നല്ല കാര്യത്തിന് ഉപയോഗിക്കുക. അങ്ങനെയുള്ള നല്ല കാര്യത്തിന് ഒരു സൈഡിൽ കൂടെ AI യൂസ് ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിനും ഏതൊരു കാര്യമായിക്കോട്ടെ അതിനൊരു പോസിറ്റീവ് സൈഡും കാണും, നെഗറ്റീവ് സൈഡ് കാണും. ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര വലുതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ വീട്ടിൽ കിടന്ന ഒരു ആൺകുട്ടിയുള്ള ഒരു വീട്ടിൽ എങ്ങനെ അവന്റെ അമ്മയും അവന്റെ പെങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അവര് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും? എന്റെ ഒരു സംശയമാണിത്. ബാക്കി ഡിനിൽ മാൻ താൻ എന്തൊക്കെ ഫേസ് ചെയ്തു? എനിക്കതല്ല, പുള്ളിയുടെ ഈ അമ്മയുടെ പെങ്ങളുടെയും വൈഫിന്റെ ഒന്നും പുള്ളി അതിനകത്ത് പോയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പുള്ളി ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഏതൊരു വീഡിയോയിൽ സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ഇതിന് ശേഷമായിരിക്കും അയാൾ വന്നിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു എനർജി ഇല്ല. എനർജി എന്നല്ല, പുള്ളിക്ക് സംസാരിക്കുന്ന കാര്യത്തിൽ പോലും പുള്ളി വഴുകി പോവുകയാണ്. കാരണം പുള്ളി തന്നെ പറയുന്നുണ്ട്, ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഫേസ് ചെയ്ത കാര്യങ്ങൾ, കൊച്ചു കുട്ടികളുടെ വരെ. ബാക്കി ചെന്നപ്പോഴത്തേക്കിന് എനിക്ക് കാണാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരാളുടെ അടുത്ത് ഒരു പബ്ലിക് മീഡിയയിൽ വന്ന് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലത്തെ കാര്യങ്ങളല്ല അവിടെ എനിക്ക് കാണാൻ പറ്റിയത്. ഇത് എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂടുതലുള്ള കുറെ ആൾക്കാർക്ക് ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ 1-2 പേര് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ആക്ഷൻസും ഇതുവരെ എടുത്തതായിട്ട് ഒരു ഇതുമില്ല. ഞാൻ സൈബർ സെല്ലിൽ വിളിച്ചപ്പം പത്തനംതിട്ട സെക്ഷനിൽ എന്റെ വീട് പത്തനംതിട്ടയാണ്. അപ്പൊ പത്തനംതിട്ട സെക്ഷനിൽ ഈ പറയണത് പോലെ പറയാനാണ് എന്നോട് ആദ്യമേ പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ വിളിച്ചപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് കോൾ പിക്ക് ചെയ്തത് പോലും ഇല്ല. ഞാൻ പിന്നെ വീണ്ടും സൈബർ സെല്ലിന്റെ ഒരു ഓൾ കേരള ഒരു നമ്പർ എടുത്തിട്ട് വിളിച്ചപ്പോൾ അവര് എന്റെ പ്രശ്നം കേൾക്കാൻ പോലും അവര് തയ്യാറാവുന്നില്ല. അവര് പറയണമെന്ന് പറഞ്ഞാല് നിങ്ങളുടെ നാട്ടിലത്തെ സൈബർ സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. അപ്പൊ എനിക്ക് ആ ഒരു ഹോപ്പേ അവിടെ പോയി. ഞാനിപ്പോ ഈ പബ്ലിക്കലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനം, AI എന്ന് പറയുന്ന സാധനം ഇപ്പം എല്ലായിടത്തും വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാ ഫീൽഡിലും AIയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ആ ഒരു സെയിം സൈഡിൽ നമ്മളെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ AI എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നേക്കുന്നത്. അതിനെ ഭയങ്കര നെഗറ്റീവായിട്ടും ഇതുപോലത്തെ വൃത്തികെട്ട കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വിട്ട വീഡിയോയിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും എല്ലാം ഉണ്ട്. ഒരു പെൺകുട്ടിക്ക് ഒരു ഫോട്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുകയാണ്. ഇതിന് പുറകിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെന്നുള്ള കാര്യം എനിക്ക് അപ്പൊ ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു ക്ലിപ്പിന് ശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈബർ സെൽ, ഇവിടുത്തെ സൈബർ സെല്ലൊക്കെ പൂട്ടി കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവരെ കൊണ്ട് നടക്കത്തില്ല, അവരെ കൊണ്ട് പറ്റിയ പരിപാടിയാണ് ഇത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത് നടക്കത്തില്ല. എന്തിനാണ് ഇപ്പൊ ആ പയ്യൻ തന്നെ പറയുന്നുണ്ട്, അവൻ വിളിച്ചപ്പോഴത്തേക്ക് കേരളത്തിലുള്ള ഒരു സൈബർ, നമ്മളിപ്പോ ഗൂഗിളിൽ നോക്കുമ്പോൾ സൈബർ സെൽ നമ്പർ നോക്കുമ്പോൾ ഫസ്റ്റ് കേരളത്തിൽ ഹോൾ ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടും. മെയിൻ ഒരു സ്ഥലത്തിലെ മെയിൻ ഒരു സൈബർ സെൽ വിങ്ങിന്റെ നമ്പർ കിട്ടും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങളുടെ സ്ഥലത്തുള്ള സൈബർ സെല്ലിനെ വിളിക്കാൻ. അവിടെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എടുക്കുന്ന പോലുമില്ല. ഇതാണ് ഇവിടുത്തെ സൈബർ സെല്ലിന്റെ അവസ്ഥ. ഒരു ഗുണവുമില്ല, സാധാരണക്കാരന് ഒരു ഗുണവുമില്ല. അപ്പൊ അവൻ തന്നെ പറയുന്നുണ്ട് അവന്റെ കൂട്ടത്തിലുള്ള ഫ്രണ്ട് സർക്കിളിലുള്ളവർക്ക് ഇങ്ങനെയുള്ള സെയിം അവസ്ഥകൾ വന്നപ്പം കോൺടാക്ട് ചെയ്തിട്ട് ഇതുവരായിട്ടും നടന്നിട്ടില്ല. ഈ പയ്യൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ സൈബർ സെല്ലിനെ കൊണ്ട് ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പൂട്ടിക്കൊണ്ടിട്ട് ഗവൺമെന്റ് ആണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ഈ സൈബർ സെൽ എന്ന് പറയുന്ന പരിപാടി ഇവിടെ അങ്ങ് നിർത്തുക. എന്തിനാണ് വെറുതെ ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്ന കാശിനകത്ത് ഇവന്മാർക്ക് കൂടെ കൊടുത്ത് തീറ്റി പോറ്റുന്നതും ഇവന്മാർക്ക് മറ്റേ പെൻഷൻ കൊടുക്കുന്നതും എന്ത് കാര്യത്തിന്?
എന്തെങ്കിലും ഗുണം വേണം ജനങ്ങൾക്ക് ഇവരെ കൊണ്ട്. ഇതൊന്നും നടക്കുന്നില്ലല്ലോ ഇവിടെ. ഉണ്ടോ? സാധാരണക്കാരന്റെ ഒരു പ്രശ്നം വന്നവൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗുണവും ഇല്ല. അതും ആ പയ്യന്റെ പെങ്ങളുടെയും ഭാര്യയുടെയും അവൻ കണ്ടുപിടിച്ചു ഏതൊരു ഗ്രൂപ്പിലാ വന്നിരിക്കുന്നത്. അതുവരെ കൊണ്ട് കൊടുത്തിട്ട് പോലും ഇവർക്കൊന്നും ചെയ്യാനില്ല. അവനെപ്പോഴും പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും നല്ലത് നടക്കും, അവര് കണ്ടുപിടിച്ചു കൊടുക്കുമെന്ന്. എനിക്ക് പക്ഷെ ആ ഒരു പ്രതീക്ഷ ഇല്ല കേട്ടോ. കാരണം ഇവിടെ ഞാൻ ഇത് ആദ്യത്തെ കേസൊന്നും അല്ലേ കേൾക്കുന്നത്, ഇതിനു മുമ്പ് കുറേ കേട്ടതാ. പക്ഷെ ഇത് ഞാൻ ചെയ്യാനുള്ളൊരു കാരണം ഇത് നിൽക്കുന്നില്ല, ഇത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതും ആ ഒരു പയ്യന്റെ അവസ്ഥയിലേക്ക് വന്നപ്പം എങ്ങനെ അവരിത് ഫേസ് ചെയ്തെന്ന് ഞാൻ ആലോചിക്കുന്നത്. അവൻ തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത്, ഞാൻ വരും ക്ലിപ്പിൽ നിങ്ങളത് കാണും, വേറെ കുറെ കാര്യങ്ങൾ. അവന്റെ വൈഫൊക്കെ അത്രയ്ക്കും ഡൗൺ, ആരാണെങ്കിലും ഡൗൺ ആയി പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ വീട്ടിലെ ഈ ഒരു അവസ്ഥ വന്നെങ്കിലോ. ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചോ, ചേച്ചി. ആ ചേച്ചിക്ക് ഒരു മകനുണ്ട്. ആ ചേച്ചി തന്നെയും അല്ലെങ്കിൽ ആ ചേച്ചിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളുടെ ഒരു മെന്റാലിറ്റി എന്തായി പോകും? അതുവഴിയാണ് ഈ പയ്യനും അവന്റെ വീട്ടുകാരും ഒക്കെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? എനിക്കിത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്നാൽ അത് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു പ്രോപ്പർ വേ ഉണ്ടോ? ഇല്ല. കഷ്ടം. ബാക്കിയും കൂടെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യത്തിലാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതിന്റെ പുറകെ നടന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തത് എന്തിനാ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ എത്തിച്ചത് എന്താന്ന് വെച്ചാൽ, നാളെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും, ഇന്ന് നമ്മൾ വേറൊരാളുടെ അച്ഛനെ അല്ലെങ്കിൽ വേറൊരാളുടെ അമ്മയെ അല്ലെങ്കിൽ പെങ്ങളെയാണ് ആ ഗ്രൂപ്പിൽ കാണുന്നതെങ്കിൽ, നാളെ അത് നമ്മുടെയൊക്കെ അമ്മയും പെങ്ങളെയും സഹോദരിയും ഈ പറഞ്ഞ പോലെ ഭാര്യയൊക്കെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഇപ്പൊ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, അതായത് ഈ പയ്യന്റെ ഇവന്റെ ഈഗിൾ ഗെയിമിംഗ് എന്നാണ് ഇവന്റെ ചാനലിന്റെ പേര്. ഇവന്റെ ഈ ചാനൽ ഇപ്പൊ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണത്തില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഈ വീഡിയോ ഇവൻ സംസാരിക്കുന്നതിനിടയ്ക്ക് കുറച്ച് ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഈ പയ്യൻ ഈ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അത് ബ്ലർ ചെയ്തിട്ടില്ലായിരുന്നു. സോ അതിന്റെ പേരിൽ സൈബർ സെല്ലിൽ ഇവനോട് വിളിച്ചത് കളയാൻ പറഞ്ഞു. അങ്ങനെ അവനത് കളഞ്ഞു. അപ്പം അവൻ പറഞ്ഞൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലാണ് ഈ ഒരു സംഗതി നടക്കുന്നതെങ്കിലോ, ഇത് ഈ വീഡിയോ ചെയ്യുന്നവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ മോർഫൊക്കെ ചെയ്തിടുന്നവന്മാർക്ക്. കാരണം അവന്മാർക്ക് ഇതൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇതൊരാൾ പറഞ്ഞാലോ ഒരു വിലയും കൊടുക്കത്തില്ല. ഒരു വിലയും കൊടുക്കത്തില്ല. അല്ലെങ്കിൽ അവന്മാരോട് ചോദിക്കണം, നിന്റെയൊക്കെ വീട്ടിൽ നിന്റെയൊക്കെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഇതോ സംഭവിച്ചെങ്കിൽ നീയൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവന്മാർ ഇതുവരെ കേട്ട് ഇതുവഴി വിടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു സദസ്സിലിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവന്മാർ കേട്ടാൽ പോലും അവന്മാരുടെ ചെവി കൂടെ അവന്മാർ എടുക്കത്തില്ലത്. അത് അവന്മാരുടെ കുറ്റം എന്നല്ല പറയണ്ടേ, അവന്മാരുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ കുറച്ച് ഓക്വേർഡായി പോകും. എന്നാലും ഞാൻ പറയുകയാണ്, എന്നോട് പൊറുക്കുക. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നെങ്കിൽ, മോശമായുള്ളൊരു വേർഡാണ്, എന്നാലും ഞാൻ പറയുക. കഴപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതങ്ങോട്ട് തലയുടെ മണ്ടക്ക് എത്തിയിട്ട് ഇവന്മാർക്ക് അത് തീർക്കാൻ സ്ഥലമില്ല. ഇല്ലെങ്കിൽ ആ ഒരു തീർക്കേണ്ട ആ ഒരു ഐറ്റം ഇവന്മാർക്ക് ഇല്ല. അതുകൊണ്ട് ഇവന്മാര് തീർക്കുന്നത് ഈ ഒരു ഫോമിൽ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത് കേട്ടോ, സീരിയസ്ലി എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇന്നൊരു സൈബർ ആക്ടിവിറ്റി അല്ലെങ്കിൽ സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുണ്ട്. അതിനകത്തൊരു സൈബർ ബുള്ളിംഗ് പോലെ എനിക്കിത് തോന്നുന്നത്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കമന്റ് ബോക്സിലൊക്കെ വന്ന് കമന്റോളുകൾ എന്നൊക്കെ ചില ആളുകൾ വിളിക്കുന്ന ഈ ചുമ്മാ ഇരുന്ന ഈ വൃത്തികേടുകൾ മാത്രം കമന്റിൽ അടിക്കാനും ഈ പട്ടി പൂച്ച ഇങ്ങനത്തെ കുറെ ഐറ്റങ്ങളുണ്ട്. ഇവന്മാർക്ക് ഒരു ടൈപ്പ് ഓഫ് ഒരു പ്രശ്നം, ഒരു മെന്റലി പ്രശ്നമുള്ള ആൾക്കാരാണ്. അതുപോലെ അതിനേക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു എന്തോ ഒരു പ്രശ്നമുള്ള ഒരു കാറ്റഗറി വരുന്ന ആൾക്കാരാണിത്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഹൗ ക്യാൻ എ പേഴ്സൺ ഡു ദാറ്റ്? എങ്ങനെ? അതും ആ ഇടുന്നവൻ, ഇപ്പം ഈകൾ പറയുന്ന കണക്ക് അവന്റെ ഈ ഇടുന്നവൻ ഒരു പോയിന്റിൽ അവനൊരു ഉളുപ്പ് തോന്നുന്നില്ല. ഞാൻ ആലോചിക്കുന്നത്, ഇടുന്നവൻ ഇത് എന്റെ അമ്മ, ഇത് എന്റെ പെങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവൻ ഫേക്ക് ആയിരിക്കോ ചെയ്യുന്നത്, എങ്കിൽ പോലും അത് ഇടുമ്പോ അവനൊരു പോയിന്റിൽ ഒരു ഫീലിംഗും വരത്തില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനുഷ്യനല്ലേ ഇവനൊക്കെ? അപ്പം അത് ബോട്ടാണ് ചെയ്ത് പലതും പറയുന്നുണ്ട്. ഇപ്പം ഇവൻ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഈകൾ തന്നെ. അതിനകത്ത് ഇപ്പൊ ഏതെങ്കിലും ഒരു നോർമൽ ഫോട്ടോ ഇട്ടാലും ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ആയിട്ട് വരും, വേറൊരു ഫോട്ടോ ആയിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇത് കാണുന്ന ഒരു അഡ്മിൻ കാണുമല്ലോ ഇതിന്. ഇപ്പൊ അവൻ തന്നെ അല്ലേ ഇടുന്നെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആയിട്ട് വരുന്നതാണെങ്കിൽ ഒരു അഡ്മിൻ ഇല്ലേ, അവൻ ഈ ഒരു സാധനം വായിക്കുമ്പോഴത്തേക്ക് ബാക്കി കൂടുതൽ ആൾക്കാർക്ക് അത് സംഭവിക്കാതിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഇതിനൊരു ആക്ഷൻ എത്രയും പെട്ടെന്ന് കേരള പോലീസിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ സൈബർ സെല്ലിന്റെ സൈഡിൽ നിന്നോ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് അല്ലെങ്കിൽ ഒരുപാട് പേര്
ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് എന്റെ വൈഫിനാണെങ്കിൽ ഇപ്പോൾ തന്നെ ആള് മെന്റലി അത്രയ്ക്ക് ഓക്കെ ഒന്നും അല്ലായിരുന്നു. ആൻഡ് അത് അതിലേക്ക് ആപ്റ്റാക്കിക്കൊണ്ട് വരാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണ് മനസ്സിലാക്കിയത്. പക്ഷെ എല്ലാവരും അങ്ങനെ എടുക്കൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കേണ്ട ഒരു സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻസ് ഗവൺമെന്റ് സൈഡിൽ നിന്നും ഒക്കെ ഉണ്ടാവും. കാരണം ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഞങ്ങളൊക്കെ പബ്ജി അതുപോലത്തെ ഗെയിമുകളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. നാഷണൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡേറ്റയുടെ ഒരു ചോർച്ച ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ഈ നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്തൊരു ഗെയിമാണ് ഈ പബ്ജി, അല്ലെങ്കിൽ അങ്ങനത്തെ ഗെയിമുകളടക്കം പല കാര്യങ്ങളും ബാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യം ബാൻ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടെലഗ്രാം ആണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന പൈറസി നടക്കണം, അല്ലെങ്കിൽ ഫിലിം റിലേറ്റഡ് ആയിക്കോട്ടെ, ഒരു സിനിമയുടെ ഒരു സിനിമ വന്നാൽ അതിന്റെ തിയേറ്റർ പ്രിന്റ്സ് ആയിക്കോട്ടെ, ഒറിജിനൽ പ്രിന്റ്സ് ആയിക്കോട്ടെ, എല്ലാം ഷെയർ ആവുന്നത് ടെലഗ്രാം ത്രൂ ആണ്. നമ്മളെ എല്ലാവരെയും നാളെ ബാധിക്കാവുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ആണ് ആദ്യം ഇവിടെ ബാൻ ചെയ്യേണ്ടത്. അയ്യോ, എനിക്ക് ആദ്യം ഈകളുടെ വൈഫിനോടാണ് പറയാനുള്ളത്. കാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും പറയാനുള്ളതാണ്, പോകാൻ പറയുക. നിങ്ങൾക്ക് നിങ്ങളെ അറിയാം, നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങളെ അറിയാം, നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളെ അറിയാം. ബാക്കി ഈ കാണിക്കുന്നത് അത് എന്താണ് അതിന് പറയേണ്ടത്? ലൈക്ക് ഇങ്ങനെയുള്ള ചൊറിയന്മാർ ലോകത്തുണ്ട്. ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെയാണ്. കുറച്ച് നല്ല മനുഷ്യർ ഈ നാട്ടിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചീത്ത മനുഷ്യർ നല്ല പറയണ്ടേ. അതിന് പറയുന്ന വേർഡ് എനിക്കത് വായിൽ വരുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും ഉണ്ട് ഇവിടെ. അപ്പൊ ഇതൊരിക്കലും മാറാൻ പോകുന്നില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിപ്പം ഈകളിപ്പോ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത്, പബ്ജി പോലുള്ള, അതായത് ഡേറ്റ ചോരുന്നു എന്ന് പറഞ്ഞ് പബ്ജി പോലുള്ള നമ്മുടെ ഗവൺമെന്റ് ചെയ്തതാണ്, ഇവിടെ റദ്ദാക്കി കളഞ്ഞു ഇന്ത്യയിൽ. എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്ത് കാര്യത്തിന്, എന്ത് ഡേറ്റ ചോരുന്നതാണ് നിങ്ങൾ പറയുന്നത്, എന്ത് ഡേറ്റ ചോരുന്നതാണ് നിങ്ങൾ പറയുന്നത്? ഈ പബ്ജി മാത്രം കാരണം, അല്ലെങ്കിൽ ഇവിടുത്തെ പല ഗെയിമുകൾ കാരണം മാത്രം എന്ത് ഡേറ്റ ചോരുന്നെന്ന്? ഇവിടെ എന്ത് ഡേറ്റയാണ്, ഏത് ആപ്പിലൂടെ എന്ത് ഡേറ്റയാണ് ഞങ്ങളെ ചോരാത്തത്? എല്ലാ ഡേറ്റയും, ബാങ്ക് ഡീറ്റെയിൽസ് വരെ ഇവിടെ പോകുന്നില്ല ഞങ്ങളുടെ എല്ലാവരുടെയും. ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും, ലക്ഷക്കണക്കിന് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ പോകുന്നില്ലേ? പിന്നെ എന്തിനാണ് ഈ പ്രത്യേകം 1-2 ആപ്പ് മാത്രം? അതും പിള്ളേർ ഗെയിം കളിച്ചോണ്ടിരുന്നത്, അതിനകത്ത് മറ്റേ പിള്ളേർ അതുവഴി വയലന്റ് ആവുന്നെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഇവിടെ വയലൻസ് എന്ന് പറയുന്ന സാധനം ഇല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ലേ? എനിക്ക് അറിയാൻ പാടില്ല എന്തിനാണ് അതുപോലെ. ഇവിടെ ഞാൻ ഈ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മുടെ UAE ഏറ്റവും സെക്യൂരിറ്റി അത്രയും എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഈ ഗൾഫ് കൺട്രീസ് ഒക്കെ, അതായത് നമ്മുടെ ദുബായ് ഒക്കെ. അവിടെയൊക്കെ ഇപ്പോഴും പബ്ജി ഉണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ ഇന്ത്യയിൽ മാത്രം ചില ആളുകളുടെ ചൊറിച്ചിൽ കാരണം, എനിക്ക് അങ്ങനെ പറയാനുള്ളൂ, ചില ആളുകളുടെ ചൊറിച്ചിൽ കാരണം ആ ഒരു ഗെയിം എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇവിടെ ഡേറ്റ ചോരുന്നില്ലേ? ഡേറ്റ ചോരുന്നതിന്റെ ഇരട്ടിക്ക് ഇതാ ഇവിടെ കാണിക്കുന്ന ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ് വഴി എന്താ ഇവിടെ നടക്കുന്നത്? ഇപ്പൊ ഈകള് പറയുന്ന ഒരു കാര്യമുണ്ട്, ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു സാധനം നിർത്തണമെന്ന്. ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു സാധനം നിർത്തി കഴിഞ്ഞാൽ അടുത്തൊരെണ്ണം ഒരുത്തം തുടങ്ങും. അത് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഗവൺമെന്റ് നടക്കും. ഇല്ലേ? എനിക്കത് ഞാൻ അങ്ങോട്ട് ഒരിക്കലും ഈ സാധനം അങ്ങ് കളയണം. ടെലിഗ്രാം കളഞ്ഞാലും ഉടനെ അടുത്ത സാധനം ഇറങ്ങും. ഇതിന്റെ ഇരട്ടിക്ക് അതിനകത്ത് വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതൊക്കെ മാറണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഇവിടുത്തെ ഗവൺമെന്റ് ഇച്ചിരി ഉറപ്പുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കണം. ഇവിടുത്തെ സൈബർ സെക്യൂരിറ്റി വിങ് നല്ല ഉറപ്പുള്ള ഒരു സൈബർ സെക്യൂരിറ്റി വിങ് ആയിരിക്കണം. എന്ത് കണ്ടാലും പിടിക്കാൻ പറ്റുന്ന കഴിവുള്ളവന്മാരെ പിടിച്ച് അതിനകത്ത് ഇരുത്തണം. മനസ്സിലായില്ലേ? അല്ലാതെ ചുമ്മാ കുറെ കണ്ടവന്മാരെ കൊണ്ടിരുത്തിയിട്ട് ഒരു തേങ്ങയും കൊള്ളാതെ എന്ത് വന്ന് പറഞ്ഞാലും നടക്കത്തില്ല. അത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് കളയുന്നവന്മാരെ ഒന്നും പിടിച്ചിരുത്തിയിട്ട് കാര്യമില്ല. ഈ ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു സംഗതി ഏറ്റവും കൂടുതൽ, ഇപ്പൊ പുള്ളി പറയുന്ന കണക്ക് തന്നെ, ഏറ്റവും കൂടുതൽ പൈറസി പടർത്തുന്ന ഒരു സിനിമാ മേഖല. എന്തോരം സിനിമകൾ ഇന്ന് തിയേറ്ററിൽ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹോട്ട്സ്റ്റാർ, അതുപോലെ ഈ ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, അതിനകത്തൊക്കെ വരും. ഇത് വരുന്ന സെയിം ഡേ തന്നെ ഈ സെയിം പടം, ഏത് പടം ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറയുന്ന നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ പടമൊക്കെ, ആവേശം എന്ന് പറഞ്ഞ പടം ഇറങ്ങി അവർക്ക് 1 മാസം കൊണ്ട് കളക്ട് ചെയ്യേണ്ട ഡബിൾ ഇരട്ടിക്കാണ് അവർ പുറത്ത് വിറ്റത്. ഓക്കെ, ഈ നമ്മുടെ ഈ ഹോട്ട്സ്റ്റാർ പോലുള്ള ചാനലിലേക്ക് അങ്ങോട്ടേക്ക് കൊടുത്തു. അതിനകത്ത് വന്ന സെയിം ദിവസം തന്നെ ഈ സാധനം ഇവിടെ നമ്മുടെ ടെലിഗ്രാമില് ഇത്രയും പൈറസി, ഇത്രയും ജനങ്ങൾ, വൃത്തികേടുകൾ. പൈറസി പോട്ടെ, ഞാൻ അതിനൊന്നും ഇപ്പൊ എന്ത് പറയാനാ പൈറസിയെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ നിൽക്കുവോ പൈറസി? എല്ലാരും വന്ന് വലിയ കഥകൾ പറയും. പൈറസി നിൽക്കുവോ ഈ നാട്ടില്? ആദ്യമേ ഈ വൃത്തികേടുകളോടെ നടന്നിട്ട് നിർത്താൻ പറ്റുന്നില്ല, പിന്നെയാണ് പൈറസി തടയാൻ പോകുന്നത്. ഉടനെ അടുത്തത് വരത്തില്ലേ? അടുത്ത ആപ്പ് ഉണ്ടാക്കും, എന്നിട്ട് ഇറക്കും.
സോ ഇവിടുത്തെ ഗവൺമെന്റും ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ സൈബർ സെക്യൂരിറ്റി, കേരള പോലീസ് ഇവരെല്ലാം ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ ഈ ഒരു സാധനത്തിൽ എന്തെങ്കിലും ഒരു തടയിടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ജനങ്ങളുടെ, ഞാൻ ഈകള് പറയുന്ന കണക്ക് തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടുന്നില്ല. പിള്ളേരുടെ വരെ വീഡിയോ എടുത്തിട്ട് 5-6 വയസ്സുള്ള പിള്ളേരുടെ, ഇവനൊക്കെ ഈ ചെയ്യുന്നവന്മാർക്ക് എനിക്കതാ ഇവന്റെയൊക്കെ വീട്ടിൽ ആരും ഇല്ലേ? ദൈവത്തെ ഓർത്ത് കേരള പോലീസും സൈബർ സെല്ലും എല്ലാരും കൂടെ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ പെട്ടെന്ന് ഈ പയ്യെ പറയുന്ന കണക്കിട്ട് ടെലിഗ്രാം കളയുക, അതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ളൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രോപ്പർ ഒരു അല്ല, അതൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോപ്പർ വേ അല്ല അത്. കാരണം അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ അടുത്ത സാധനം ഉറക്കും, അതിനകത്ത് ഒരു ഡബിൾ ഇരട്ടി ഇല്ലേ? സോ ഓൺലൈൻ മീഡിയാസ് അല്ലെങ്കിൽ ഓൺലൈൻ വഴി പല വെബ്സൈറ്റുകളിൽ വരുന്ന ഇതുപോലുള്ള സാധനങ്ങൾ നിർത്താനായിട്ട് ഇവിടുത്തെ സൈബർ സെൽ വിങ് ഒന്ന് നല്ല രീതിയിൽ പ്രയത്നിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. അല്ലാതെ മടിയും പിടിച്ച് മഴയത്ത് വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. അതിന് വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ മെന്റാലിറ്റി ഇവിടെ വല്ല മറ്റേന്താ നമ്മുടെ ഹിറ്റ്ലറിന്റെ ഒക്കെ കാലത്തുണ്ടായിരുന്ന പോലത്തെ ഒരു ഇത് വരും, ഒരു ജനറേഷൻ വരും മിക്കവാറും. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വയലൻസും കുത്തിക്കീറലും മറ്റേ കമ്പിപ്പാരക്കുള്ള പരിപാടിയും വയ്യ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാൻ. അതുകൊണ്ട് ഗവൺമെന്റ് ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ വിഷയം നിങ്ങൾ ആരെങ്കിലും ഒക്കെ കുറച്ചുപേരെങ്കിലും കാണുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എനിക്കും അറിയണം, അതുകൊണ്ട് ബാക്കിയുള്ളവർ അറിയട്ടെ. എന്ത് മനോഹരമായ നാടാണ്.